ഹലോ ഗൈസ് വാട്സപ്പ്, ഞാൻ സ്വന്തം മറ്റു സ്കീമിനെ കണ്ടുപിടിക്കുന്ന മൈൻക്രാഫ്റ്റ് ആണ്. ബട്ട് നമ്മളിപ്പോൾ അത് മിനി വേൾഡ് സീസൺ 2-ലാണ്. ഏത് കൂട്ടുകാരന്മാർ ജനസഭയത്തിന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയറും ചെയ്യുക. അയ്യോ ഞാൻ മിണ്ടൂല കേട്ടോ. ഷെയറും ചെയ്യുക ഗൈസ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, നമ്മൾ 600 സബ്സ്ക്രൈബേഴ്സ് അടിച്ചിരിക്കുന്നു. താങ്ക് യു സോ മച്ച് സബ്സ്ക്രൈബിങ്, പിന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് കഴിഞ്ഞോട്ട് നമ്മുടെ അയൺ ഫാം നാശമായിട്ട് നമ്മൾ പുതിയ അയൺ ഫാം ഉണ്ടാക്കിയായിരുന്നു. ആ അയൺ ഫാമിൻ്റെ വർക്കിംഗ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കിളി വരെ ആദ്യമൊന്നും പോയായിരുന്നു. നമ്മുടെ കഴിഞ്ഞ മിനി വേൾഡ് സീരീസിൽ എങ്ങനെയാണോ നമ്മുടെ അയൺകോളം ഫാം വർക്കായി, അതേപോലെയാണ് ഈ ഫാമും വർക്കാവുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായി ഗൈസ്. ഗരിച്ചിരി മതി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വർക്കിംഗ് ആണ്. ഞാൻ മാറ്റി പണിതായിരുന്നു. നമ്മുടെ അപ്പടിയായിരുന്നു നമ്മൾ പണിതത്, അത് ഇങ്ങോട്ടേക്ക് മാറ്റി ഞാൻ ഓഫ് ക്യാമറ പണിതായിരുന്നു കേട്ടോ. ഓഫ് ക്യാമറ പണിതെടുത്താണ് ഇതൊക്കെ. നൈസായിട്ടില്ലേ? കമൻറ്റ് ചെയ്യ ടൈസ്. ഓക്കെ, അപ്പോൾ നൈറ്റാണ്, കിടന്ന് ഉറങ്ങിയേക്കാം, അല്ലെങ്കിൽ പൂച്ചാണ്ടി വന്ന് പിടിച്ചോണ്ട് ഗൈസ്. ഓക്കെ, പൊട്ടിച്ചേക്കാം, ബെഡ് പൊട്ടിച്ചേക്കാം. ഇനിപ്പന്മാരെന്താ തരുന്നതെന്ന് കൂടെ നോക്കട്ടെ ഗൈസ്. എൻ്റെ ആണെങ്കിൽ അങ്കർ കുറഞ്ഞ് അങ്ങ് എത്താറായി. ബ്ലൂ ഐസ്, പാക്ഡ് ഐസ് കിട്ടിയാൽ നമുക്ക് നല്ലതായിരുന്നു കേട്ടോ. ഇനി പാക്ഡ് ഐസ് ഒക്കെ തപ്പിയെടുക്കാൻ പോകണം ഗൈസ്. അതൊക്കെ ഒരു 1.5 യാത്രയായിരിക്കും. ജസ്റ്റ് നമ്മുടെ അയൺകോളം വർക്കിംഗ്, അയൺ ഫാം വർക്കിംഗ് ആണ് ഇതല്ല. ഓക്കെ, അപ്പം നമ്മുടെ അടുത്തേക്ക് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ട്രേഡിംഗ് ഹാളാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ സ്ഥലത്തെത്തിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇനി നമുക്കിതങ്ങളെല്ലാം എടുത്ത് ഫിറ്റ് ചെയ്യണം, ഇതെല്ലാം പൊട്ടിച്ചെടുക്കണം. അതാണ് അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ. ഇതെല്ലാം കൂടെ എൻ്റെ കൈ കയറുമായിരുന്നെങ്കിൽ എനിക്ക് എളുപ്പമായേനെ. എനിവേ കയറില്ല ഗൈസ്. അപ്പോൾ ഇത് ഇങ്ങോട്ട് വെക്കുക, ടെടുക്കുക. ഓക്കെ, ബാക്കി സാധനങ്ങളെല്ലാം നമ്മളെ കൈ തന്നെ ഇരുന്നോട്ടെ. ഒരു ബെഡ് അടച്ചിട്ട് റീസ്പോൺ എത്തിച്ചേക്കാം. പിന്നെ ബാക്കിയല്ല അതിനെ തന്നെ ഇരുന്നോട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആരംഭിക്കാമാ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ബ്ലോക്ക് എടുക്കുക. എവിടെ നിന്ന് തുടങ്ങുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് എത്ര നീളം ഉണ്ടാവും? 9x9 18 നീളം ഉണ്ടാവും. അതിന് നീളം കൂടുതലായിരിക്കും അല്ലേ? ഇവിടെ നിന്ന് തുടങ്ങാം നമുക്ക്. 1 2 3 4 5 6 7 1 2 3 4 2 4 5 6 7 8 9 10 11 12 13 14 16 ഗൈസ്. ഇങ്ങനെ നമ്മൾ 15 ബ്ലോക്ക് വെക്കട്ടെ. എന്നിട്ട് 15 ബ്ലോക്കാണ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 ഉണ്ട്. എവിടെ എണ്ണം തെറ്റിയതാണ്. ഒന്നും കൂടെ തന്നെ വെക്കാം. 1 2 3 4 5 6 7 8 9 10 11 13 14 15 16 16 കിടക്കട്ടെ ഗൈസ്. ഇച്ചിരി വെയിറ്റിന് കിടക്കട്ടെ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ എടുക്കുക. എടുത്തിട്ട് ഇവിടെ ഇവിടെ എടുത്താൽ മതി. 1 2 3 മതിയായിരിക്കില്ലേ? 4 ആയില്ലേ? ഇത് വേണ്ട. എൻ്റെ ഇടി നോട്ടെ, ആവശ്യം വരും ഗൈസ്. 1 2 3 4 5 ഓക്കെ. 1 2 3 4 13 1 ഇവിടെ വന്നിട്ട് 8 കളയാം ഗൈസ്. ഞാൻ അങ്ങോട്ട് 15 ആക്കണം കേട്ടോ.
ഉണ്ട് ഗൈസ്. ഓക്കെ, ഫൈനലി ഇത്ര നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫൈനലി ഇതാണ്ട് നമ്മളിങ്ങനെ ചെയ്തു. ഇതിന് ശേഷം നമ്മൾ ഇവനെ എടുക്കുക, ഈ ബ്ലോക്ക്. അതിനുശേഷം ഇവനെ, അതിനുശേഷം നമ്മൾ ക്രോസ് ലോഗ് എടുക്കുക. ലോഗ് എടുത്തിട്ട് 1 2 3 4 1 2 3 കുഴപ്പമില്ല, രസമുണ്ട്. കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മുടെ സ്റ്റെപ്പ് എടുക്കുക. സ്റ്റെപ്പ് എടുത്തിട്ട് ഇന്നിവിടെയും കൊടുക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവിടെ നമ്മൾ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ അടുത്ത പരിപാടിയാണ്. നമ്മുടെ ഇങ്ങനെ ചെയ്യല്. അയ്യോ മാറിപ്പോയി, ഇത് നേരെ തിരിച്ചാണ് വെക്കേണ്ടത്. ഇങ്ങനെ ഇനി മൊത്തം ഇതേപോലെ റിപ്പീറ്റ് അടിക്കാം. സ്റ്റോൺ ബ്രേക്ക് ഉണ്ട്. സ്റ്റോൺ ബ്രേക്ക് എടുത്തിട്ട് ഇങ്ങോട്ട് വെക്കുക. ഇത് ഇച്ചിരി ഞാൻ വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യുന്ന, ഇങ്ങനെയല്ല ഈ മറ്റേ അതിനകത്ത് വരുന്ന വീട്. നല്ല വെറൈറ്റി ആയിട്ട് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. 1 2 3 4 1 2. ഓക്കെ, അത് കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ ഞാൻ വേറെ ഐറ്റം കൊടുത്തോളാം. ഇത്തങ്ങ് പൊട്ടിച്ചോളാം. എന്താ ചെയ്യാൻ പോകുന്ന പ്ലാനിങ് അമ്മ?
യെസ്, അതും കംപ്ലീറ്റ് ചെയ്ത് ഗൈസ്. ഞാൻ നൈസ് ആക്കിയിട്ടുണ്ട്. ഇനി എന്ത് കിക്കോ അവിടെ ഇവിടെ കിക്കോ പ്രോബ്ലംസ് ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ. ഗൈസ് ഇപ്പോഴൊരു ഐഡിയ കിട്ടിയ ഇങ്ങനെയും കൂടെ ചെയ്താലോ? അയ്യോ, ഉദ്ദേശിച്ചത് നടക്കും. അതിൻ്റെ മോളിൽ കയറട്ടെ. ഏകദേശം സെറ്റ് ആവുന്നുണ്ട്.
റെഡി കഴിഞ്ഞാൽ ഓക്കെ. ഇനി ഇവനെ മൊത്തം ഇങ്ങനെ വെച്ചോണ്ട് പോകണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു ചെറിയ വിഷമമുണ്ട്. ഇങ്ങ് വരിക, ഇവിടെ ഗ്ലാസ് പ്ലേസ് ചെയ്യുക. അയ്യവ അതേപോലെ അത് അങ്ങ് പോയിട്ട് അവിടെയും പ്ലേസ് ചെയ്യണം. അയ്യോ, പ്ലേസ് ചെയ്ത സ്ഥലം മാറിപ്പോയി. ഇവിടെ ഇച്ചിരി ഡേറ്റ് എടുത്തേക്കാം. ഓക്കെ, അതും കളഞ്ഞു. ഓക്കെ, നൈറ്റാന്ന് തോന്നുന്നു. കിടന്നായിട്ട് വരാം. ഇച്ചിരി നേരമായി ഗൈസ് ഇത് എടുക്കാൻ തുടങ്ങിയിട്ട്. അമ്മേ, ഞാൻ പഠിച്ചേ. ഓക്കെ, ഞങ്ങൾ മൊത്തം ക്ലാസ് വെക്കണം ഗൈസ്. ഇനി അതാണ് അടുത്ത ടാസ്ക്. ജസ്റ്റ് ക്ലാസ്സും വെച്ചു, അതും കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ പുറകോട്ട് വരണം ഗൈസ്. ഇതാണ് നമ്മുടെ പുറക് പകരം വിച്ചൻ്റെ പൊന്നു മോനെ. പിന്നെ എന്നാത്തിൻ്റെ സൂക്കേടാണോ? എവിടുന്നാടാ ഈ എനിക്ക് വിച്ച് സമാധാനം തരും തോന്നുന്നില്ല ഗൈസ്. ഇനി വിച്ചിനെ ഞാൻ എന്നെ കാട്ടിക്കൊല്ലുണ്ടോ? ഒരു വട്ടം കൊന്നെന്ന് വെച്ച് എല്ലാ വട്ടം കൊല്ലലും അങ്ങനെ സിംഗിളായ കേസിട്ടല്ല ഗൈസ്. അതാണ് വീണ്ടും അടിച്ച് കൊന്നിട്ടുണ്ട് ഗൈസ്. ചത്താലും കുഴപ്പമില്ല. എവിടാ ഫുഡ്? ചത്ത് വിച്ചിനെയും കൊണ്ട് ഇനി അതിന്റെ എബിലിറ്റി തീരുന്നവരെ ഇങ്ങനെ ആയിക്കൊണ്ടേ ഇരിക്കും ഗൈസ്. അതിനെ പക്ഷെ തല്ലിക്കൊല്ല. ഞാൻ പിക്കാക്സ് വെച്ചാ ഗൈസ് തല്ലിക്കൊന്ന്. പിക്കാക്സ് വെച്ച് അയ്യോ, കഷ്ടം കിട്ടി. അതിന്റെ എബിലിറ്റി തീർന്നു. എന്റെ പൊന്നു മോനെ, സാധനത്തെ എനിക്ക് കണ്ണി കണ്ടു. അത് 2 ഉണ്ടോടാ? 2 ഉണ്ട് തോന്നുന്നു. അടുത്തത് എന്തോ സാധനം അമ്പിട്ട് ഇട്ടിട്ടുണ്ട്. എവിടെ? സ്കെൽട്ടൻ അമ്പിട്ട പോലെ തോന്നി എനിക്ക്. ഓക്കെ, അടുത്ത പരിപാടി എന്താന്ന് വെച്ചാല് ഇതിന്റെ ഇടയിൽ അയ്യോ ഇത് കൊത്ത് പൊട്ടിക്കട്ടെ. ഇങ്ങനെ അങ്ങ് ഇടയിൽ കൊടുക്കണം കേസ്. ഇപ്പുറ സൈഡ് അതേപോലെ ചെയ്യണം. ഓക്കെ, ഇത്രയും ചെയ്ത് നൈസ്, കുഴപ്പമില്ല. ഇനിയാണ് അടുത്ത പരിപാടി. ഓരോന്നോരോന്നോരോന്ന് നമ്മളിങ്ങനെ വയ്യ കംപ്ലീറ്റ് ചെയ്യും ഗൈസ്. അത്രേ ഉള്ളൂ. ഈ ഒരു എപ്പിസോഡ് കൊണ്ട് എനിക്കിത് തീർക്കണം ഗൈസ്. അതാണ് എൻ്റെ വാശി. തീർക്കാൻ പറ്റുമോ? യെസ്, പ്ലേസ് ചെയ്യാൻ പറ്റും. വെട്ടം കിട്ടാത്തവരെ പ്ലേസ് ചെയ്തിട്ട് അവിടെ പ്ലേസ് ചെയ്യുന്നതിനായിട്ട് നല്ല സുഖം ഇവിടെ പ്ലേസ് ചെയ്യുന്ന തോന്നുന്നു. ഗൈസ് ഇവിടെ എങ്ങനെ പ്ലേസ് ചെയ്തേക്കാം. വെട്ടം ഇച്ചിരി കൂടുതൽ ഇരുന്നോട്ടെ. ഇരുട്ട് കണ്ട് പേടിച്ചു കഴിഞ്ഞാൽ പേടിക്കാതിരിക്കാൻ വേണ്ടി അമ്പടാ ചിഞ്ചിൻ ചക്നി. നീ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? ചൂട്
ഇതിനെക്കാട്ടും വലിയവനെ കൊന്നിട്ട് ഒരു യുദ്ധം കഴിഞ്ഞിട്ട് വന്ന് അപ്പോഴാണ് അവൻ പുല്ലുമില്ലടാ നിന്നേക്ക് എനിക്ക്. ഓക്കെ എൻ്റെ മോനെ, ഇത് ഹാർഡ്കോർ എങ്ങനെയാണ്? ഞാൻ വിറച്ച കളിക്കുക സത്യം പറയല്ല. ഞാൻ ഹാർഡ്കോർ ഒരു വട്ടം കളിച്ചിട്ടുള്ളതുകൊണ്ട്, ഒരു വട്ടമല്ല 2 വട്ടം കളിച്ചിട്ടുണ്ട് തോന്നുന്നു. ഓക്കെ 2 വട്ടം കളിച്ചപ്പോഴും നമ്മൾ പേടിച്ച് കളിച്ച അല്ല, ഒരു വട്ടം കളിച്ചുള്ളൂ. ഒരു വട്ടം നമ്മൾ കളിച്ച് പിടിയിട്ടുള്ളൂ അല്ല ഗൈസ്? അതെ, ഒരു വട്ടം കൂടെ നമുക്ക് ഹാർഡ്കോർ തുടങ്ങണം ഗൈസ്. ഓക്കെ അതും കംപ്ലീറ്റ് ചെയ്തു. ചുറ്റോട് ചുറ്റും വെച്ചേക്കാം ഗൈസ്. സേഫ്റ്റി മുഖ്യം ബിഗിൽ. Wait. Nice. ഇത്ര ചെയ്തു. ഇനി നമ്മുടെ ഈ സ്റ്റെപ്പ് ഉണ്ട്. ബ്ലോക്ക് എടുക്കുക, പുറകുവശത്തേക്ക് പോവുക. ഈ മെത്തേഡ് യൂസ് ചെയ്യണോ? ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ സ്റ്റെപ്പ് എടുക്കുക. സ്റ്റെപ്പ് എടുക്കുക. എല്ലായിടത്തും ഇങ്ങനെ സ്റ്റെപ്പ് അങ്ങ് വെക്കുക. ഇത്ര സ്റ്റെപ്പ് വെച്ച് അതേപോലെ അപ്പുറ സൈഡും ചെയ്യാ. അതും സെറ്റ് ചെയ്തു. സെറ്റായില്ലേ? എങ്ങനെയുണ്ട് ഗൈസ്? ഉള്ളവോ കമന്റ് ചെയ്യുക, കമന്റായി രേഖപ്പെടുത്തുക. നമ്മുടെ ഒരു ചെസ്റ്റും കൂടെ ഉണ്ട്. ചെസ്റ്റും കൂടെ പൊട്ടിച്ചെടുക്കട്ടെ. ചെസ്റ്റും കൂടെ എടുക്കുക. സ്ഥലമില്ല എന്നാണ് ഇവർ പറയുന്നത്. നമ്മൾ സ്ഥലം ഉണ്ടാക്കി കാണിച്ചാൽ അത്രേ ഉള്ളൂ. ഓക്കെ, ഇവിടെ നമുക്ക് 2 ചെസ്റ്റിൻ്റെ ആവശ്യമുണ്ട് എന്താണെങ്കിലും. പിന്നെ ഇവിടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ ആവശ്യം വരും. പിന്നെ ഒരു ഭംഗിക്കാണെങ്കിൽ ഒരു ഫർണസർ ഉണ്ടാക്കി വെക്കാം. ഒരു ഫർണസ്, യെസ്, ഇത്ര മതി. വലിയ അലങ്കാരത്തിന് ഞാൻ നിൽക്കുന്നില്ല ഗൈസ്, ഇത്ര മതി, ധാരാളം. ഈ ചെസ്റ്റിലേക്ക് ബാക്കി ജോബിൻ്റെ കാര്യങ്ങളെല്ലാം ഈ ചെസ്റ്റിൽ വെക്കട്ടെ. ജോബെല്ലാം പലതരത്തിലുള്ള ജോബുകളുണ്ട്. ആ ജോബുകളെല്ലാം ഇവിടെ വെക്കുക. ഓക്കെ, ഫൈനൽ നമ്മുടെ സംഭവത്തിൻ്റെ പരിപാടി എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കിട്ടിക്കച്ചായോ? പ്ലീസ് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇച്ചിരിയും കൂടെ അലങ്കാര പരിപാടി ഉണ്ട്. അതൊക്കെ അടുത്ത എപ്പിസോഡാകുമ്പോൾ ഞാൻ ഓഫ് ക്യാമറ ഇരുന്ന് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തോളാം. അലങ്കാരപ്പടി എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് ഡേറ്റ് ആക്കണം, സാധാ ഡേറ്റ് ആക്കണം. ടിൽറ്റ് ചെയ്ത് ഇതേപോലത്തെ ഗ്രാസ് ഡേറ്റ് ആക്കണം. എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ലൈൻ വരച്ച് അങ്ങനെ അവിടെ മറ്റേ ലൈൻ വരയ്ക്കണം. പിന്നെ വില്ലേജസിന് അടുത്ത എപ്പിസോഡ് വില്ലേജസിനെ കയറ്റാം. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് നൈറ്റാണ് കേസ് കിടന്ന് ഉറങ്ങിയേക്കാം. അപ്പോൾ എന്താണെങ്കിലും നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.